ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ക്രേസി ഫാമിലി എന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഓരോ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ദേവുട്ടീനെയൊക്കെ രാവിലെ സ്കൂളിൽ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞിട്ട് നന്ദുമോൻ്റെ സ്കൂളിൽ പോകണം എന്നുള്ള തയ്യാറെടുപ്പിലാണ് നിന്നായിരുന്നത്. അപ്പോഴേക്കും അമ്മായിയുടെ വീടാണ് കേട്ടത്. അവർ ഒരു ചെറുതായിട്ടൊന്ന് പാല് കാച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിന് പോകണം എന്നുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു പ്ലാനിൽ ഞാൻ കയറിപ്പോന്നു, എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാമല്ലോ എന്നുള്ളതിൽ. അപ്പോൾ ആ വീടാണ്. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഗണപതി ഹോമവും പാല് കാച്ചിലൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് പോന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഉപ്പുമാവും ചായയൊക്കെ നന്ദുമോന് കൊടുത്തിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ അത് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമാണ്. അപ്പോൾ ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വന്നിട്ട് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് അത് പോയത്. അതിന് സമയം കിട്ടിയില്ല. നന്ദുമോന് കഴിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും നമുക്ക് വണ്ടി വന്നായിരുന്നു, നമുക്ക് സെൻറ്ററിലേക്ക് പോകാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് വേഗം അവന് കൊടുത്തിട്ട് ഞാൻ വേഗം പുറപ്പെട്ടു പോന്നു. മുടി പോലും ഞാൻ നേരെ കെട്ടിയാന്നില്ല. അപ്പോൾ അങ്ങനെ ഇന്ന് ചെറിയൊരു കുറച്ച് വീഡിയോ ആണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണ്ടേ. അപ്പോൾ ഇനി അവർ വേറെ ഒരു ദിവസം ഫങ്ഷനൊക്കെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നന്ദുമോൻ്റെ ക്ലാസ്സിലെത്തിയത് ഒരു 10 മണിയാവും. 10 മണിക്കാണ് ക്ലാസ് ഉണ്ടാവുക. എനിക്ക് നല്ല വിശപ്പായി. അപ്പോൾ അവിടെ അടുത്ത് ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീനിലൊന്നും പോയി നോക്കിയപ്പോൾ ഒന്നുമില്ല, വെറും ചായ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ള ഇഡ്ഡലിയാണ്. ഇഡ്ഡലി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ ഞാൻ വേഗം കടയിലേക്ക് പോയി. അപ്പോൾ കുട്ടിയച്ഛനാണത്. അപ്പോൾ കുട്ടിയച്ഛൻ ടൗണിലേക്ക് പോവുക പറഞ്ഞപ്പോൾ ഞാൻ വേഗം ചാടിക്കയറി. അപ്പോൾ ചായയും മടിയും പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ വന്നപ്പോൾ എൻ്റെ സ്വഭാവം മാറി. എനിക്ക് അവിൽ മിൽക്ക് വേണേ പറഞ്ഞിട്ട് എനിക്ക് അവിൽ മിൽക്ക് ഒരു സാൻഡ്വിച്ചും വാങ്ങി തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞാൻ സെൻറ്ററിലെത്തിയിട്ടോ. അപ്പോൾ നന്ദുമോൻ്റെ സെൻറ്ററിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു താത്തണ്ട്. അവരിങ്ങനെ ഈ കുടുംബശ്രീ വകയൊക്കെ സാധനങ്ങളൊക്കെ വിൽക്കുന്നതാണ്. അപ്പോൾ അതുതന്നെയാണ് ഇത് കാണുന്നത്. അപ്പോൾ അവരെന്നെ ഹോം മെയ്ഡായിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണം. പിന്നെ ഓറിയൻസ് കമ്പനിയുടെ ഒരു കസ്റ്റമറും കൂടിയാണ് അവർ. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ തുണികളും ഉണ്ട് അവിടെ. പിന്നെ നമ്മുടെ കൃഷിഭവൻ്റെ കുറേ വിത്തുകളും അതിൻ്റെ കുറച്ച് ജൈവവളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇത് കാണുന്നത്. അപ്പോൾ ചെറിയ ഒരു വീഡിയോ, നമ്മൾ എന്തെങ്കിലും വീഡിയോ ഇടണ്ടായിരുന്നു. അല്ലാതെ നമുക്കിങ്ങനെ ചാനലല്ലെങ്കിൽ ഇതാവില്ലേ. നമ്മൾ തുടങ്ങി വെക്കുകയും ചെയ്തു. എന്നും ഈ കുടിക്കണം കഴിക്കണം എന്താ ഇടുകയെന്ന് വിചാരിച്ചിട്ടിടാണ്. അപ്പോൾ ഇതാണ് കട. ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെയാണ്, സെൻറ്ററിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഞങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങും. അവിടെ നല്ല പൂവട കൊണ്ടു കേട്ടോ, നല്ല എണ്ണയിൽ മുരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ വീഡിയോ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോണതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നന്ദുമോന് ചെറുതായിട്ട് ജലദോഷവും പനി ഉണ്ടായി. അപ്പോൾ പനിയൊക്കെ മാറിപ്പോൾ. അപ്പോൾ ചെറുതായിട്ട് ജലദോഷമുണ്ട്. എന്നാലും സാരില്ല, ക്ലാസ് മിസ്സാക്കണ്ട വിചാരിച്ച് ഞാൻ ക്ലാസ്സിന് കൊണ്ടുവന്നത്. അവൻ്റെന്നാണ് തോന്നുന്നു എനിക്കും ജലദോഷം കിട്ടിയപ്പോൾ. അപ്പോൾ എൻ്റെ മൂക്കടപ്പാണ് ഇടയ്ക്ക്. അപ്പോൾ ഓക്കെ, ബായ്. ബാക്കി വീഡിയോ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഓക്കേ. എന്തല്ലേടാ അത്? ഇപ്പോഴത് അയ്യേ അയ്യേ കളയ്യേ